വെൽക്കം ടു മലയാളി കിച്ചൺ വേൾഡ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഗോതമ്പ് പുട്ട് എങ്ങനെ മിക്സിയിൽ നനച്ച് ഉണ്ടാക്കാമെന്നാണ്. ഈ മിക്സിയിൽ നനച്ചുണ്ടാക്കിയ ഗോതമ്പ് പുട്ട് നമ്മൾ കൈകൊണ്ട് നനച്ചുണ്ടാക്കണേക്കാട്ടും വളരെ സോഫ്റ്റാണ്. വേഗം നമ്മളെ നന കഴിയും, കട്ട പിടിക്കില്ല, കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. ഗോതമ്പ് മിക്സിയിൽ നനച്ചെടുക്കാൻ വേണ്ടതെന്ന് നോക്കിയാൽ കുറച്ച് നമുക്ക് ആവശ്യമുള്ള അത്ര ഗോതമ്പ് വേണം, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വേണം. അതിലേക്ക് നമുക്ക് പൊടിയിലേക്ക് ആവശ്യമുള്ള അത്ര ഉപ്പ്, കുറച്ച് ഉപ്പ് മതിയാവും, ഒരു 1/4 സ്പൂണ് ഉപ്പ് ചേർത്ത് ഇളക്കണം. എന്നിട്ട് ഈ ഉപ്പ് നമ്മൾ കുറേശ്ശെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കുക. ഈ ജാറ് നമുക്ക് മിക്സിയിലെ പൊടിക്കണ ആ ചെറിയ ജാറാണ് ആവശ്യം. ഗോതമ്പ് പുട്ടുണ്ടാക്കാനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി മിക്സിയിൽ പൊടിച്ചെടുക്കുന്ന വിധമാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ 2 സ്പൂണ് പൊടിക്കുന്ന ജാറിലേക്ക് പൊടിയിടണം. 2 സ്പൂണ് വലിയ സ്പൂണ് ഇതേപോലത്തെ അളവിൽ 2 സ്പൂണ് വെള്ളം ഒഴിക്കണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് സ്വല്പം ഒരു 2 സെക്കൻഡിൽ ഇത്രയ്ക്ക് അഴിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും നമ്മൾ ഇത് 2 സ്പൂണും ഇത് അടിച്ചെടുക്കാൻ കുറേ നേരം വരില്ലെന്ന് വിചാരിക്കും. നനഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്വല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിക്കാം. പക്ഷെ പെട്ടെന്ന് തീരും. നമ്മൾ കൈകൊണ്ട് നനച്ചുണ്ടാക്കണേക്കാട്ടും വേഗത്തിൽ നമുക്ക് നനയ്ക്കാൻ പറ്റുന്നതാണ് ഈ മിക്സിയിൽ അടിച്ചിട്ടുള്ള ഗോതമ്പ്. അപ്പോൾ നനവ് കറക്റ്റായി ഇതേ അളവിൽ നമുക്ക് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കണേക്കാട്ടും നല്ല സോഫ്റ്റായ ഗോതമ്പ് പൊടിയായിരിക്കും. ഇനി വീണ്ടും ഇതുപോലെ ഒരു 2 സ്പൂണ് ഗോതമ്പ് പൊടിയും ഒരു 2-2.5 സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് അടിക്കുക. വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ടായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ ശ്രദ്ധിക്കുന്നത് നമുക്ക് ഈ പൊടി ഇടുന്ന പാത്രത്തിൽ 1 സ്പൂൺ വേണം. അതുപോലെ വെള്ളമുള്ള പാത്രത്തിലും നമുക്ക് 1 സ്പൂൺ ഇടണം. പൊടിയിൽ 1 സ്പൂൺ വേണം. അപ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കാം. ഞാൻ ഒരു ട്രിപ്പും കൂടി അടിക്കിച്ചു. ഇപ്പോൾ 3 പ്രാവശ്യം ഞാനിവിടെ 2 സ്പൂണ് വീതം അടിച്ചിട്ടുണ്ട്. ഇതായാൽ നമുക്ക് ഒരു കുറ്റി പുട്ടിനുള്ളതായി. ഈ ഒരു കുറ്റി നമുക്ക് അടുപ്പത്ത് വെച്ച് ആവി വരുമ്പോഴേക്കും മറ്റെല്ലാ പുട്ടുപൊടി നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ട് അളന്നിടുമ്പോൾ നമ്മളിത് എപ്പോൾ കഴിയാതാന്ന് തോന്നും. പക്ഷേ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ടും വളരെ വേഗത്തിൽ പുട്ടുണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു കുറ്റി നമുക്ക് ഇവിടെ പൊടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറ്റിയിലാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ മിക്സിയിൽ നനച്ചുണ്ടാക്കിയ ഗോതമ്പ് പുട്ട് തയ്യാറായി. ഈ മിക്സിയിൽ നനച്ചുണ്ടാക്കിയ ഗോതമ്പ് പുട്ട് നിങ്ങളെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റാണ് ഇത് കഴിക്കുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.